2002-ൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ 10ാമത്തെ വിജയം ദിലീപിൻ്റെ മഴത്തുള്ളിക്കിലുക്കമായിരുന്നു. അക്ബർ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസിനെത്തിയത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയ സിനിമ ശരാശരിക്ക് മുകളിൽ വിജയം മാത്രമാണ് തിയേറ്ററിൽ നേടിയത്. അക്കാലത്ത് ദിലീപിനുണ്ടായിരുന്ന കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയാണ് ചിത്രത്തിന് സഹായമായി മാറിയത്. നല്ല പാട്ടുകളുള്ള ചിത്രത്തിൽ നവ്യ നായരായിരുന്നു ദിലീപിൻ്റെ നായികയായി എത്തിയത്. ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായ 2002-ൽ മഴത്തുള്ളിക്കിലുക്കം നേടിയ ഭേദപ്പെട്ട വിജയവും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ദിലീപിൻ്റെ സ്ഥാനം നിലനിർത്തി. 2002-ലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ 9ാം സ്ഥാനത്തുള്ളത് മുകേഷ് നായകനായെത്തിയ അനിൽ ബാബുവിൻ്റെ പകൽപൂരമാണ്. കോമഡി ഹൊറർ ജോണറിലിറങ്ങിയ ചിത്രത്തിൽ നായികയായി എത്തിയത് ഗീതു മോഹൻദാസ് ആയിരുന്നു. ജഗതി, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം റിലീസ് ചെയ്തത് ഏപ്രിൽ 26-നായിരുന്നു. വെക്കേഷൻ സീസണിന്റെ അഡ്വാൻറ്റേജോടെ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. ചെറിയ റിലീസിലെത്തിയ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഭേദപ്പെട്ട വിജയമാണ് തിയേറ്ററിൽ സ്വന്തമാക്കിയത്. 8ാം സ്ഥാനത്തുള്ളത് ദിലീപിന്റെ തന്നെ കുബേരനാണ്. സുന്ദർദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം കലാഭവൻ മണി, ജഗതി, സംയുക്ത വർമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപിന്റെ സ്ഥിരം കോമഡി ട്രാക്കിലുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ് കുബേരനും ചെന്ന് കയറിയത്. എങ്കിലും പ്രേക്ഷകരെ തീർത്തും തൃപ്തിപ്പെടുത്തിയ ചിത്രമായിരുന്നു കുബേരൻ. 2002 ഏപ്രിൽ 7-ന് വിഷു റിലീസായെത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. അക്കാലത്ത് വിഷു സീസണിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കുബേരൻ. 2002-ലെ ഏറ്റവും വലിയ 7ാമത്തെ വിജയം ജയറാമിനെ നായകനാക്കി സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീം ഒരുക്കിയ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഡിസംബർ 20-ന് ക്രിസ്തുമസ് റിലീസായെത്തിയ ചിത്രത്തിൽ സൗന്ദര്യയായിരുന്നു ജയറാമിന്റെ നായികയായി എത്തിയത്. ഇന്നസെന്റ്, സിദ്ദിഖ്, നെടുമുടി വേണു, ഒടുവിലുണ്ണികൃഷ്ണൻ, ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മികച്ച അഭിപ്രായം നേടിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തിയ മറ്റൊരു സത്യനന്ദിക്കാട് ചിത്രമായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസാണ് നേടിയത്. 2002-ലെ ഏറ്റവും വലിയ 6ാമത്തെ വിജയമായി മാറിയത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനമാണ്. പൃഥ്വിരാജ് ആദ്യമായി നായകനായി അഭിനയിച്ച ചിത്രമായിരുന്നു നന്ദനം. നവ്യ നായരാണ് നായികയായി എത്തിയത്. 2002-ലെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നവ്യ നായർ നന്ദനത്തിലെ പ്രകടനത്തിലൂടെ സ്വന്തമാക്കി. ചെറിയ റിലീസായെത്തിയ നന്ദനം പക്ഷേ പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടി വമ്പൻ ഹിറ്റിലേക്കാണ് പോയത്. 2002-ലെ ക്രിസ്മസ് റിലീസായെത്തിയ ചിത്രമായിരുന്നു നന്ദനം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി അക്കാലത്തെ ക്രിസ്മസ് സീസണിൽ നന്ദനം മാറി. രവീന്ദ്രൻ മാസ്റ്റർ ഒരുക്കിയ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. 2002-ലെ ഏറ്റവും വലിയ 5ാമത്തെ വിജയം വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. അക്കാലത്ത് ഹിറ്റ് സിനിമകളുടെ സംവിധായകനായി മാറിയ വിനയൻ അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. ജയസൂര്യ ആദ്യമായി നായകനായി എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വമ്പൻ വിജയമാണ് നേടിയത്. മോഹൻ സിതാര ഒരുക്കിയ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ടായിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ വലിയ പിന്തുണയാണ് ഈ ചിത്രം തിയേറ്ററിൽ നേടിയത്. 2002-ലെ മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ സ്വന്തമാക്കിയത്. മാർച്ച് 31-ന് തിയേറ്ററിലെത്തിയ ചിത്രം വെക്കേഷൻ കാലത്തെ അഡ്വാൻറ്റേജോടുകൂടെ വമ്പൻ കളക്ഷനാണ് നേടിയത്. 2002-ലെ ഏറ്റവും വലിയ 4ാമത്തെ വിജയം കമൽ സംവിധാനം ചെയ്ത ക്യാമ്പസ് ചിത്രമായ നമ്മളായിരുന്നു. പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളായി കമൽ ഒരുക്കിയ ഈ ചിത്രം അഭൂതപൂർവമായ വിജയമാണ് നേടിയത്. ചെറിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ മോഹൻ സിതാര ഒരുക്കിയ ഗംഭീര ഗാനങ്ങളും ഉണ്ടായിരുന്നു. യുവാക്കൾക്കിടയിൽ വലിയ ട്രെൻഡായിരുന്നു നമ്മൾ എന്ന ചിത്രം. 2002-ലെ ക്രിസ്മസ് സീസണിൽ വമ്പൻ വിജയമാണ് നമ്മൾ സ്വന്തമാക്കിയത്. പല തിയേറ്ററുകളിലും ചിത്രം 100 ദിവസങ്ങൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ചു. ഇന്നസെന്റ്, ബാലചന്ദ്രമേനോൻ, സുഹാസിനി തുടങ്ങിയ സീനിയർ താരങ്ങളും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. 2002-ലെ ഏറ്റവും വലിയ 3ാമത്തെ വിജയം ദിലീപിന്റെ കുഞ്ഞിക്കൂനനാണ്. ശശി ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപ് ഇരട്ട വേഷത്തിലെത്തി. നവ്യ നായരും മന്യയുമാണ് നായികമാരായി എത്തിയത്. ദിലീപിന് അക്കാലത്ത് കുടുംബ പ്രേക്ഷകർക്കിടയിലുള്ള പിന്തുണ വലിയ രീതിയിൽ ഉപയോഗിച്ച ചിത്രമായിരുന്നു കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂനനായി ദിലീപിന്റെ പ്രകടനം വലിയ രീതിയിൽ കയ്യടി നേടി. ദിലീപിന്റെ പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. കുടുംബ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ സ്വീകാര്യമായ ചിത്രമായിരുന്നു കുഞ്ഞിക്കൂനൻ. ചിത്രം സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസാണ് ബോക്സ് ഓഫീസിൽ ആ വർഷം നേടിയത്. 2002-ലെ ഏറ്റവും വലിയ 2ാമത്തെ വിജയം ദിലീപിന്റെ കല്യാണരാമൻ. ഷാഫി സംവിധാനം ചെയ്ത ഈ ദിലീപ് ചിത്രം വമ്പൻ വിജയമാണ് തിയേറ്ററിൽ നേടിയത്. 2002-ലെ ക്രിസ്മസ് റിലീസായെത്തിയ ചിത്രം റിലീസ് ചെയ്തത് ഡിസംബർ 25-നായിരുന്നു. ആ വർഷത്തെ ക്രിസ്മസ് സീസൺ സ്വന്തമാക്കിയതും കല്യാണരാമനായിരുന്നു. 2002-ലെ ഏറ്റവും വലിയ 2ാമത്തെ വിജയമായി മാറിയ കല്യാണരാമൻ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസാണ് നേടിയത്. മികച്ച ഗാനങ്ങളുണ്ടായിരുന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം നവ്യ നായർ, കുഞ്ചാക്കോ ബോബൻ, ലാൽ, ഇന്നസെന്റ്, സലീം കുമാർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തി. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കോമഡി എൻ്റർടൈനർ ചിത്രങ്ങളിൽ ഒന്നാണ് കല്യാണരാമൻ. 2002-ലെ ഏറ്റവും വലിയ വിജയം ദിലീപിൻ്റെ തന്നെ മീശ മാധവൻ.
ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് രഞ്ജൻ പ്രമോദാണ്. ജൂലൈയിൽ റിലീസായ ഈ ചിത്രം തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയത്. വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി ടീം ഒരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ട്രെൻഡ് സെറ്ററായിരുന്നു. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് മീശമാധവൻ സ്വന്തമാക്കിയത്. ലാൽ ജോസ്, ദിലീപ് കൂട്ടുകെട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നായും മീശമാധവനിലൂടെ മാറി. 2002 ഏറ്റവും വലിയ 3 വിജയങ്ങളും ദിലീപിന്റെ പേരിലാണ്. കുഞ്ഞിക്കൂനനും കല്യാണരാമനും മീശമാധവനും. മാത്രവുമല്ല, ഏറ്റവും മികച്ച 10 വിജയങ്ങളിൽ ദിലീപിന്റെ തന്നെ 5 ചിത്രങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. മഴത്തുള്ളിക്കിലുക്കവും കുബേരനും ഏറ്റവും മികച്ച 10 വിജയങ്ങളിൽ ഉൾപ്പെടുന്നു.